അങ്ങനെ മാറിയല്ലോ, എല്ലാവരുടെ ഡൗട്ടും മാറി. ഇനി ഗബ്രി തിരിച്ചു വന്ന ജാസ്മിനെ മൈൻഡ് ചെയ്യും, ഇവര് പഴയ പോലെ ആയിരിക്കുമെന്ന് ചോദിച്ചവർക്കും പറഞ്ഞവർക്കും എല്ലാവരുടെയും ഡൗട്ട് മാറി. ഇവര് പഴയതിനെക്കാട്ടി അപ്പുറം സ്നേഹബന്ധത്തിലാണ്. ഗബ്രി ഒരു ബ്രഷുമായിട്ട് ബാത്റൂമിന്റെ സൈഡിലേക്ക് വന്നപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ജാസ്മിൻ ഗബ്രീനെ കെട്ടിപ്പിടിക്കുന്നതാണ് കാണുന്നത്. ആ ഒരു സമയത്ത് യമുന ആ വഴി വരുന്നുണ്ട് ടവലും കൊണ്ട്. യമുന അത് കണ്ടിട്ട് ജാസ്മിനെ തട്ടുന്നുണ്ട്. തട്ടിയിട്ട് പോലും ജാസ്മിൻ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് ജാസ്മിൻ തിരിഞ്ഞ് യമുനെ നോക്കുന്നത്. എന്നിട്ട് അങ്ങ് പോകും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ എന്താ നടക്കണത്, എങ്ങനെയൊക്കെ നടക്കണത്? ഇനിയിപ്പോ ജാസ്മിൻ ഫാൻസ് ഇതിനൊക്കെ എന്ത് പറഞ്ഞ് മെഴുകുന്ന അറിയത്തില്ല, ഇതിനൊക്കെ എങ്ങനെ ന്യായീകരിക്കുന്ന അറിയത്തില്ല. ഇതിൽ ഏറ്റവും കോമഡി കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിന്റെ ഫാദർ വന്നിട്ട് ഗബ്രിയുടെ മാല ഊരിക്കളയുന്നു, ഫോട്ടോ എടുത്ത് കളയുന്നു, എന്നിട്ട് പുതിയ മാല കൊടുക്കുന്നു, പുതിയൊരു ബൊമ്മക്കുട്ടി കരടി ബൊമ്മേനെ കൊടുക്കുന്നു. ഇതപ്പോ കൊടുത്തത് വെറുതെ ആയിപ്പോയല്ലോ ഞാൻ ഓർക്കുന്നത്. ഇനി ഒന്നും വേണ്ട, ഇതൊരു ഷോ അല്ലേ, നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട്. ജാസ്മിൻ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കുറ്റം ജാസ്മിന്റെ തലയിൽ മാത്രമല്ല, ജാസ്മിന്റെ മാതാപിതാക്കളുടെ തലയിലും കൂടി വരും എന്ന് ചിന്തിക്കാനുള്ള നല്ല ബോധമുള്ളൊരു കുട്ടിയാണ് ജാസ്മിൻ. ഗബ്രി ആണെങ്കിലോ പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വന്നതാണ്. ജാസ്മിന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇങ്ങനെയുള്ള ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനോട് താല്പര്യമില്ല എന്നൊക്കെ അറിയുന്ന ഗബ്രിയാണ് ജാസ്മിൻ കെട്ടിപ്പിടിച്ചപ്പോഴേ ഗബ്രിയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഇവർക്ക് എന്തെങ്കിലും സ്നേഹബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് വന്നിട്ടായിക്കൂടെ? എന്തിനാ ഈ ക്യാമറയുടെ മുമ്പിൽ കിടന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അച്ഛനെയും അമ്മേനെയും എല്ലാം നാട്ടുകാരെ കൊണ്ട് ഈ പറയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അയ്യോ, എന്തൊക്കെ പരിപാടിയാണ് കാണിക്കുന്നത്. ഇപ്പം എന്താണെങ്കിലും എല്ലാവരുടെ ഡൗട്ട് മാറിയല്ലോ. ഇപ്പം ജാസ്മിനും ഗബ്രിയും പഴയതിനെക്കാട്ടിയും അധികം സ്നേഹത്തിലാണ് എന്ന് ഉള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ജാസ്മിനെ ഏകദേശം ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് പുല്ലാണെന്നുള്ളൊരു മൈൻഡിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗബ്രിയും ആ ഒരു മൈൻഡിൽ തന്നെയായിരിക്കും. കാരണം ജാസ്മിൻ കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ ഗബ്രിയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഗബ്രിക്കാണെങ്കിൽ പുറത്തെ കാര്യങ്ങളെല്ലാം അറിയാം, ജാസ്മിനാണെങ്കിൽ പുറത്തെ കാര്യങ്ങൾ പകുതി അറിയാം. മൊത്തം അറിയില്ലെങ്കിലും പകുതി അറിയാം, എന്താണെങ്കിലും നെഗറ്റീവ് ആണെന്ന് അറിയാം. പക്ഷേ ഈ ഒരു പ്രകടനം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ആര് എന്ത് പറഞ്ഞാലും അവർക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. യമുനയോട് കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഇരുന്നിട്ട് ഗബ്രീനോട് എനിക്ക് സ്നേഹമാണ്, പക്ഷെ 2 കാസ്റ്റ് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. യമുനയെ കുറെ ഉപദേശിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ യമുനയാണ് ഈ ഒരു കാഴ്ച കൺമുന്നിൽ കാണുന്നത്. അപ്പോൾ യമുനയുടെ അവസ്ഥ എന്താ? അയ്യോ, കഴിഞ്ഞ ദിവസം കുറെ പറഞ്ഞത് വെറുതെ ആയല്ലോ. യമുന ജാസ്മിനോട് പറഞ്ഞായിരുന്നു നീ നല്ല കുട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ വെറുതെ പോയല്ലോ എന്നുള്ളൊരവസ്ഥയായിരിക്കും യമുനയുടെ മനസ്സിൽ അപ്പോൾ തോന്നിയിട്ടുണ്ടാവുക. അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ഇനി 2 ദിവസം കൂടി ഉള്ളൂ. നമുക്ക് കാത്തിരുന്ന് മനസ്സിലാക്കാം ആരാണ് കപ്പടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത്. ജിൻഡോയാണോ, ജാസ്മിനാണോ, അർജുനാണോ, അഭിഷേകാണോ, ഋഷിയാണോ, ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്താണെങ്കിലും മുന്നോട്ട് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അവരുടെ സ്നേഹം നല്ല രീതിയിൽ അവർ കാണിക്കട്ടെ. ഇപ്പൊ അർജുനും ശ്രീതും ഒക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിരുന്നു. അവരൊക്കെ എന്ത് ഡീസെന്റ് ആയിട്ട് ബിഹേവ് ചെയ്തതെന്ന് നാട്ടുകാരെല്ലാവരും കണ്ടതാണ്. അത് ഇവരും കണ്ടതാണ്. പിന്നെ ഇവരെന്തിനാണ് ഈ ഓവർ ആയിട്ടുള്ള ആക്ടിങ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.